ഹൊസങ്കടി, ഉപ്പള, ബന്ദിയോട് വൻ മാറ്റങ്ങളാണ് നമ്മുടെ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ULCC വളരെ ഫാസ്റ്റായി തന്നെയാണ് ഈ റീച്ചിൽ വർക്ക് നടത്തിക്കൊണ്ടു പോകുന്നത്. നമ്മുടെ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹൊസങ്കടി മുതൽ ബന്ദിയോട് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ സുഹൃത്തുക്കളെ, നിങ്ങൾ മൊബൈലിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഒരു ലൈക്ക് തന്ന് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണേ. നമ്മൾ ഹൊസങ്കടി മുതലാണ് ഇപ്പോൾ വീഡിയോ ആരംഭിക്കുന്നത്. നമ്മുടെ ഹൊസങ്കടിയിൽ ഓവർ പാസ്സാണ് വരുന്നത്. അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓവർപാസിൻ്റെ താഴെയുള്ള റോഡിൽ ഇപ്പോൾ 6 ലൈനിലും 3 വരി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 ഭാഗത്തും സർവീസ് റോഡിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓവർപാസിൻ്റെ താഴെയായിട്ട് കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. ഈ നാഷണൽ ഹൈവേ വരുന്നതോടുകൂടി നമ്മുടെ ഹൊസങ്കടി ടൗണിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഓവർ പാസ്സാണ് വരുന്നത്. സാധാരണയായി അണ്ടർ പാസ്സാണ് പലയിടങ്ങളിലും വരുന്നത്. അപ്പോൾ അണ്ടർ പാസ് വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് വൻ മതിലുകൾ പോലെയാണ് റോഡ് വരുന്നത്. നല്ല ഉയരത്തിൽ വരും അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡുകൾ. ഇവിടെ ആ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മുടെ തലപ്പാടി മുതൽ ഹൊസങ്കടി എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള വീഡിയോസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ തലപ്പാടി മുതൽ പോസോട്ട് വരെ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. അവിടെ ലൈറ്റിങ്സ് ഫിറ്റ് ചെയ്യുന്ന വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി റോഡിൽ ലൈൻ ഇടാൻ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. പിന്നെ നമ്മളെ പൊസോട്ട് കഴിഞ്ഞ് മഞ്ചേശ്വരം ബങ്കര പാലത്തിൻ്റെ മുകളിൽ കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഹൊസങ്കടി അണ്ടർപാസിൻ്റെ താഴെയുള്ള റോഡിൻ്റെ വർക്കാണ്. ബാക്കിയെല്ലാം ഏകദേശം വർക്ക് ഈ ഭാഗത്തായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹൊസങ്കടി ടൗൺ കഴിച്ച് മുമ്പോട്ട് വരികയാണ്. ഈ 2 ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ്, ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്. വലതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ടില്ല. കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇപ്പോൾ 6 ലൈനിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പോകുന്നത് 3 ലൈനിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇടത് ഭാഗത്തായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്ക് കുറച്ച് ബാക്കിയുണ്ട്. നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരുപാട് ലോറികളൊക്കെ ഇവിടെ നിർത്തിയിട്ടിരുന്ന സ്ഥലമാണ്. അങ്ങനെ ഇത് കഴിഞ്ഞ് ഇനി ഉപ്പള പാലമാണ് വരാൻ പോകുന്നത്. ഒരു ഭാഗത്തായിട്ട് ഉപ്പള പാലത്തിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മളെ ഉപ്പള ടൗൺ എത്തുന്നത് വരെ റോഡിൻ്റെ വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും റോഡ് മുഴുവനായിട്ടും വാഹനഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഉപ്പള പുഴയിലെ വെള്ളത്തിൻ്റെ കളർ കണ്ടങ്ങൾ നല്ല കലക്ക് വെള്ളമാണ്. അപ്പോൾ ഏതാനും ദിവസമായിട്ട് ഇപ്പോൾ കാസർഗോഡ് ഭാഗത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് മഴ കുറഞ്ഞു. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് 20-ാം തീയതിയാണ് കേട്ടോ. 20-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമ്മളങ്ങനെ ഉപ്പള പാലം കഴിഞ്ഞ് മുമ്പോട്ട് വരികയാണ്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ വലതുഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ്. ഇവിടെ മണ്ണിട്ട് സെറ്റാക്കുകയാണ് സർവീസ് റോഡ്. നിലവിൽ ഇപ്പോൾ 2 ഭാഗത്തായിട്ടും റോഡ് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും 3 ലൈനിൽ കൂടിയാണ് വാഹന ഗതാഗതം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് താഴ്ന്ന പ്രദേശമാണ്, കുറച്ച് ചതുപ്പ് പ്രദേശമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ട് മണ്ണിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടതുഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുവരിക. നമ്മളങ്ങനെ ഉപ്പള ഗേറ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉപ്പള ഗേറ്റിൽ അണ്ടർ പാസ് വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അവിടെ നല്ല വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മഴ കാരണം ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. നമ്മൾ വടകര ഭാഗത്ത് വീഡിയോസ് ചെയ്യുമ്പോൾ ആ ഭാഗത്തായിട്ട് ഡ്രെയിനേജിൻ്റെ ഒരുപാട് പ്രശ്നമാണ് കേട്ടോ. അവിടെ വാഗാട് കമ്പനിയാണ് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ തിക്കോടി ഭാഗത്തൊക്കെ ആയിട്ട് കടകളിലും പെട്രോൾ പമ്പിലൊക്കെ വെള്ളം കയറിയ കാഴ്ചകൾ നിങ്ങൾ കഴിഞ്ഞ എൻ്റെ വീഡിയോസിൽ കണ്ടിരുന്നതാണ്. എന്നിരുന്നാലും അവിടെ വലിയ പ്രശ്നമാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെത് വരുന്നത്. നമ്മൾ ഉപ്പള ഗേറ്റ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് വാഹനങ്ങൾക്കായിട്ട് 6 ലൈൻ തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗത്തായിട്ട് വാഹന ഗതാഗതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ സർവീസ് റോഡ് സെറ്റാക്കിയിട്ട് വാഹനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കിണ്ണം കാച്ചിയ റോഡാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെട്ടിത്തിളങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ULCCൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വർക്കാണ് കേട്ടോ. നല്ല ഫാസ്റ്റായി തന്നെയാണ് ഇപ്പോൾ നമ്മളെ തലപ്പാടി മുതൽ ചെങ്കള വരെ ഇവർ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലൊക്കെ വർക്ക് നല്ല സ്പീഡിലാണ് ഇപ്പോൾ നടത്തുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിലെ മേൽപ്പാലം വരുന്നതോടുകൂടി നമ്മുടെ കാസർഗോഡ് ടൗണിൻ്റെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ സാധ്യതയാണ്. നമ്മൾ ഉപ്പള ഗേറ്റ് കഴിഞ്ഞ് മുമ്പോട്ട് വരികയാണ്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ ഡിവൈഡറിൻ്റെ വർക്കും ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഫിനിഷായിട്ട് പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലതുഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിൻ്റ് വരുന്നുണ്ട് കേട്ടോ. നിലവിൽ ഇവിടുന്ന് ഡൈവേർഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ഭാഗത്തേക്ക് ഇവിടെ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ മുതൽ റോഡ് ക്ലോസ്ഡ് ആണ് കേട്ടോ. നമ്മളെ ഉപ്പള ടൗണിൽ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് വരുന്ന അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫ്രിക്ഷൻ സ്ലാബ് റെഡിയാക്കി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഫിനിഷാകാൻ ബാക്കിയുണ്ട്. ഇവിടെ മുതൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം ഇപ്പോൾ മഴ കാരണം വർക്ക് സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. ഇവിടെ വെള്ളക്കെട്ടൊക്കെ കാണാൻ സാധിക്കും. നമുക്കറിയാം കാസർഗോഡ് നമ്മളെ കേരളത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് മഴ അല്പം ശമനം വന്നിട്ടുണ്ട്. നമ്മളെ ഉപ്പള ടൗണിൻ്റെ മുന്നോടിയായിട്ടുള്ള ട്രാഫിക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും നമ്മളെ കാസർഗോഡ് ടൗൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രാഫിക്ക് വരുന്നത് നമ്മളെ ഉപ്പള ഭാഗത്താണ്. ഇവിടെ മുതൽ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ ഉപ്പള ടൗണിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ പോകുന്ന വികസനമാണ് നമ്മുടെ ഈ കേരളത്തിലുടനീളം നമ്മളെ കാസർഗോഡ് ജില്ലയിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈ ഓവർ വരുന്നതോടുകൂടി നമ്മളെ ഉപ്പള ടൗണിലെ ട്രാഫിക് ഒരു പരിധിവരെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ ഉപ്പള ടൗണിലെ ഒരു ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഗർഡറുകളൊക്കെ വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലതുഭാഗത്തായിട്ട് ഇപ്പോൾ പൈലിംഗ് വർക്കുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഭാഗത്തായിട്ട് പൈലിങ്ങിൽ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ നേരത്തെ നമുക്ക് അറിയാം ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മളെ ഉപ്പള ടൗണിൽ വർക്ക് സ്റ്റാർട്ടായത്. പഴയ നാഷണൽ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മുതൽ നമ്മുടെ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുഭാഗത്തായിട്ട് കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് ഫിനിഷായിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഭാഗത്തൊക്കെ ആയിട്ട് വർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പള ടൗൺ കഴിഞ്ഞ് നമ്മൾ കൈക്കമ്പ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വലതുവശത്തായിട്ട് സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളെ മംഗലാപുരം ഭാഗത്തേക്ക് ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ഭാഗത്തേക്ക് നിലവിലെ പഴയ നാഷണൽ ഹൈവേ റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടത് ഭാഗത്തായിട്ട് ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതൽ ഡൈവേർഷൻ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മുതൽ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഭാഗത്തായി നമ്മുടെ കൈക്കമ്പായിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലതുവശത്തായിട്ട് ഇപ്പോൾ അണ്ടർപാസിൻ്റെ വർക്ക് ഫിനിഷായിട്ടുണ്ട്. ഇടത് ഭാഗത്ത് അണ്ടർപാസിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെ നമ്മൾ കൈക്കമ്പ കഴിഞ്ഞ് നമ്മൾ നയാ ബസാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് വശത്തോടും കൂടി ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ കൈക്കമ്പ കഴിഞ്ഞിട്ട് നയാ ബസാറിലും അണ്ടർപാസ് വരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് മണ്ണിട്ട് വരുന്ന വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്തായിട്ട് നടക്കുന്നത്. ഈ അണ്ടർപാസ് കഴിഞ്ഞ് ഈ ഭാഗത്തും ഇനി മണ്ണിട്ട് ഉയർത്തേണ്ട വർക്ക് നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഇത് മുതൽ റോഡിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെയായിട്ട് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. രണ്ട് വശത്തായിട്ട് ഇപ്പോൾ കുറച്ച് ഭാഗത്തായിട്ട് ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ഇത് മുതൽ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഡിവൈഡറിലും ക്രാഷ് ബാരിയറിലൊക്കെ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
എന്നിരുന്നാലും ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇപ്പോൾ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഫിക്സ് ചെയ്യാൻ ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ മുതൽ ഒരു ഡൈവേഷൻ വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ 3 ലൈൻ കൂടിയാണ് ഇവിടെ വാഹനങ്ങൾ കാസർഗോഡ് ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടത് ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വലതു ഭാഗത്തായിട്ട് ഇപ്പോൾ കാസർഗോഡ് ഭാഗത്തു നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. 2 വശത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്ക് വലതുവശത്തായിട്ട് ഇപ്പോൾ ലൈറ്റ് ഫിറ്റ് ചെയ്ത കാഴ്ചയൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ മുതൽ ഒരു ഡൈവേഷൻ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ഇടത് ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് കൂടി കാസർഗോഡ് ഭാഗത്തോട്ട് പോകുന്നുണ്ട്. 2 വശത്തോട്ട് ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു MNB വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു മേൽപ്പാലം വരുന്നുണ്ട്, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 2 ഭാഗത്തായിട്ട് സർവീസ് റോഡ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഹന ഗതാഗതത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല 2 ഭാഗത്തോട്ടും പോകാൻ. അപ്പോൾ ഇവിടെ MNBൻ്റെ വർക്ക് ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ പില്ലറിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മുതൽ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കും കുറച്ച് ഭാഗത്തായിട്ട് നടക്കേണ്ടതുണ്ട്. ഇവിടെ മുതൽ റോഡ് വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാലത്തിന് വേണ്ട ഗർഡറുകൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മുതൽ നല്ല ചതുപ്പുള്ള പ്രദേശമായിരുന്നു കേട്ടോ. ഒരുപാട് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി ഉയർത്തി കൊണ്ടുവന്നതാണ് ഈ ഭാഗത്തായിട്ട് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ റോഡ് കുറച്ച് ചരിഞ്ഞിട്ടാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ കുറച്ച് ചരിവോട് കൂടിയാണ് പല ഭാഗത്തും ഇവർ റോഡ് നിർമ്മിക്കുന്നത്. കാരണം ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട്. നമ്മളങ്ങനെ മള്ളംകൈ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷായിട്ട് ഇപ്പോൾ സെൻറ്ററിലായിട്ടും 2 ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തായിട്ടും ഇപ്പോൾ ഇവർ പെയിൻറ്റിങ് വർക്കുകളൊക്കെ ഫിനിഷായിട്ടുണ്ട്. ലൈറ്റിങ്ങിൻ്റെ വർക്കാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇനിയും നടക്കാൻ ബാക്കിയായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ മള്ളംകൈ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മള്ളംകൈ കഴിഞ്ഞ് ബന്ദിയോട് ടൗണാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബന്ദിയോട് ഓവർപാസാണ് വരുന്നത്. അപ്പോൾ ബന്ദിയോട് ടൗണിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വികസനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മൾ വസങ്കാടി മുതൽ ബന്ദിയോട് ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. കൂടാതെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ, ടേക്ക് കെയർ.